വെക്കേഷനൊക്കെയല്ലേ ഒരു ട്രിപ്പൊക്കെ പോണ്ടേ? നമ്മുടെ വണ്ടിയും കൊണ്ടോ? നമുക്ക് ആ പഴയ വണ്ടി ഒന്ന് മാറ്റി പിടിച്ചാൽ അത് നോക്കാം. ഇപ്പൊ ഒരുപാട് സ്കൂട്ടർ ഉണ്ട്, നമ്മൾ ഏതാ എടുക്കുന്നേ? ആകെ കൺഫ്യൂഷനാ. എന്തായാലും നമ്മൾ തൊടുപുഴയല്ലേ, അനുപേട്ടനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? വിളിച്ചു നോക്കാം. വണ്ടി എന്നാണ്ട് വിശേഷം? വിളിച്ചായിരുന്നല്ലേ? ഞാനേ ഒരു ഷൂട്ടിലായിരുന്നു. അനുപേട്ട എനിക്ക് പുതിയൊരു വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു, ഒന്ന് ഹെൽപ്പ് ചെയ്യും. അത്രയുള്ള കാര്യം. സുസുക്കിയുടെ ആക്സസ് 125 എന്നൊരു സ്കൂട്ടർ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് തൊടുപുഴയുള്ള സുസുക്കിയുടെ ഷോറൂമിൽ പോയിട്ട് അതൊന്ന് കണ്ടുപോകാം. എനിക്ക് ഉറപ്പുണ്ട് ആ സ്കൂട്ടർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു. നമുക്ക് ഷോറൂമിലോട്ട് പോകാം. നമ്മുടെ ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്ന തൊടുപുഴ വെങ്ങല്ലൂർ ജംഗ്ഷനിൽ നിന്ന് ഒരു 100 മീറ്റർ മുന്നോട്ട് പോയാൽ ലെഫ്റ്റ് സൈഡിൽ കാണാം ഹെഡ് സുസുക്കി എന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ, സുസുക്കി ആക്സസ് 125. നമ്മുടെ സുസുക്കിയുടെ ആക്സസ് 120 ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പുതിയതായിട്ടുള്ള അപ്ഡേറ്റഡ് വേർഷനാണിത്, 2025 ഇറങ്ങിയേക്കുന്നത്. പിന്നെ ഇതിൻ്റെ നമ്മുടെ പെട്രോൾ ടാങ്ക് എന്ന് പറയുമ്പോൾ ഉണ്ടോ ഒരു ക്യാപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ അതൊന്നും ഇല്ലായിരുന്നു, ചുമ്മാ ഓപ്പൺ ആയിരുന്നു. ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു ക്യാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. പണ്ട് നമുക്ക് അനലോഗ് മീറ്ററൊക്കെ ആയിരുന്നു, അത് മാറ്റിയിട്ട് ഡിജിറ്റൽ മീറ്ററൊക്കെ ആക്കിയിട്ടുണ്ട്. നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഒരു USB പോർട്ടൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള DRL കൊടുത്തത്, നല്ല ഷേപ്പിലാട്ടോ. എന്നാലും നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്താമല്ലോ വണ്ടിയുടെ. BS6 OBD 2B കാറ്റഗറി വരുന്ന എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി വളരെ ഹൈ ആണ്. ഇത്തരത്തിലുള്ള എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ മൈലേജ് ഒരു 65 കിലോമീറ്ററിൽ കൂടുതൽ കിട്ടുന്ന ഒരുപാട് കസ്റ്റമർ നമ്മുടെ തൊടുപുഴ തന്നെ ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ 10 വർഷം വരെ നമുക്ക് ഇതിൻ്റെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. സാധാരണ ഇങ്ങനെയുള്ള വണ്ടികൾക്കുള്ള കുഴപ്പം എന്ന് വെച്ചാൽ കയറ്റമൊക്കെ വരുമ്പോൾ ചെറുതായിട്ടൊന്ന് ലാഗ് ചെയ്യും. അപ്പോൾ ഈ വണ്ടിക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല, ഏത് കയറ്റവും വളരെ സ്മൂത്തായിട്ട് തന്നെ വണ്ടി കയറി പോകും. ഇതിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി 24.4 ലിറ്ററാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്യൂവൽ കപ്പാസിറ്റി 5.3 ലിറ്ററാണ്. സ്റ്റാൻഡേർഡ് എഡിഷൻ, സ്പെഷ്യൽ എഡിഷൻ, റൈഡ് കണക്ട് എഡിഷൻ എന്നീ 3 വേരിയൻറ്റുകളിൽ ഈ ഒരു വാഹനം ലഭ്യമാണ്. 5 കളറുകളിലെ ഈ ഒരു വാഹനം ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ നമ്മളിപ്പോൾ ഓടിക്കുന്ന സോളിഡ് ഐസ്ക്രീം തന്നെയാണ്. വളരെ എലഗൻറ്റ് ഫീൽ തോന്നുന്നു ഈ ഒരു കളർ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. നമുക്ക് എന്തായാലും വണ്ടി എടുക്കുമല്ലേ അപ്പം? എടുക്കാം, സെറ്റ്. ഓക്കെ, കളറൊക്കെ അടിപൊളിയല്ലേ? കയറ്റമൊക്കെ കയറുമ്പോൾ അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടോ കയറ്റമൊക്കെ അല്ലേ? എന്തായാലും സുസുക്കിയുടെ ഒരു ഇനി വരുന്ന നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരികൾക്ക് ഓടിച്ചോണ്ട് പോകുന്ന അടിപൊളിയല്ലേ? അടിപൊളി സാധനം. കോളേജിലൊക്കെ നമുക്ക് ചെത്തി പോട്ടോ ഇത് വണ്ടിയുണ്ട്. അപ്പോൾ കോളേജിൽ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യണേ ഈ വണ്ടി എടുത്തിട്ട് പോയിട്ട്. അപ്പം നഫി എങ്ങനെയാണ് വണ്ടിയുടെ? അപ്പോൾ എങ്ങോട്ടാണ് അടുത്ത ട്രിപ്പ് പോണേ എടുത്തിട്ട് പുതിയതായിട്ട്? മൂന്നാർ പോണോ? ആണോ? വിട്ടേക്കാലേ. എന്തായാലും വണ്ടി ഓവറോൾ ഇഷ്ടപ്പെട്ടു അല്ലേ? നല്ല വണ്ടി. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സിന് ഉണ്ടല്ലേ? കൂടുതൽ അഭിപ്രായങ്ങളൊക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ പറ്റും അല്ലേ? അപ്പോൾ നേരെ തന്നെ തൊടുപുഴയുള്ള സുസുക്കിയുടെ ഷോറൂമിലേക്ക് വിട്ടോളുക.